നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വിഡ്ജറ്റുകളുണ്ട്. വിഡ്ജറ്റ് എന്ന ഫീച്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്തുനിന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓപ്ഷൻ കാണും. ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും, ഈ മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്താണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് വിഡ്ജറ്റ്സ് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒട്ടുമിക്ക ഫീച്ചറുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ വാട്സപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ വാട്സപ്പ് എന്നുള്ള ഫീച്ചർ ഞാൻ വിഡ്ജറ്റിലേക്ക് കൊണ്ടുവരുമ്പം എൻ്റെ സ്ക്രീനിൽ ഒഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജും എനിക്ക് ഇവിടെ നിന്ന് വായിക്കാൻ സാധിക്കും. വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്കിവിടെ വായിക്കാൻ സാധിക്കും. അതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ വിഡ്ജറ്റിനകത്ത് ഒരു ട്രിക്ക് ഉണ്ട്. ആ വിഡ്ജറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ അവസാനം കണ്ടാൽ മനസ്സിലാകും. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള വിഡ്ജറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഡ്ജറ്റാണ്. ഈ വിഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള വിഡ്ജറ്റ് ഐക്കണുകൾ നമുക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഈ വിഡ്ജറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വിഡ്ജറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ആ വിഡ്ജറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡ്ജറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വിഡ്ജറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്ലോക്ക് ഭാഗത്തേക്ക് വന്നാൽ ക്ലോക്ക് വിഡ്ജറ്റിന് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വെറൈറ്റി ക്ലോക്കുകൾ ലഭ്യമാണ്. നിങ്ങളുടെ ഡിജിറ്റലായിട്ടും നോർമലായിട്ടുള്ള ക്ലോക്കുകൾ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്ലോക്കായിട്ട് വിഡ്ജറ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് പ്ലെയർ ഉണ്ട്. നമുക്ക് വീഡിയോ പ്ലെയറും അതുപോലെ തന്നെ ഓഡിയോ പ്ലെയറുകളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. കലണ്ടർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഈ വിഡ്ജറ്റിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഡിവൈസ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ വിഡ്ജറ്റ് ഉണ്ടെങ്കിലും ഈ ഫീച്ചറൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കില്ല. ഈ വിഡ്ജറ്റിൽ ഡിവൈസ് ഇൻഫോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ റാം സെറ്റ് ചെയ്യാനും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ റാമും അതുപോലെ തന്നെ റോമും ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത കളറിലുള്ള സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഡിവൈസ് ഇൻഫോയിലുള്ള ഈ ഒരു ഫീച്ചർ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതൊക്കെ വേണ്ടത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഏത് വിഡ്ജറ്റാണോ, ഏത് ക്ലോക്കാണോ അല്ലെങ്കിൽ ഏത് കളറാണോ വേണ്ടതെങ്കിൽ അതിനകത്തൊന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്തുള്ള ആഡ് ഹോം സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണുന്ന ഭാഗത്ത് ആഡ് കൊടുക്കുക. ഇങ്ങനെ ആഡ് കൊടുത്താൽ നമ്മുടെ വിഡ്ജറ്റിലേക്ക് ഇത് മാറും. പക്ഷേ നമ്മുടെ സ്ക്രീനിൽ അത് കാണില്ല. സ്ക്രീനിൽ ഇതുപോലെ കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഗ്രീൻ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും പോയി വിഡ്ജറ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വിഡ്ജറ്റിൽ പോയാലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു വിഡ്ജറ്റ് ഇവിടെ കാണും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ മൊബൈൽ ഫോണിൻ്റെ റാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ വിഡ്ജറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോസും ഫോട്ടോസും മറ്റ് ഡോക്യുമെൻറ്റ്സുകളൊക്കെ കാണും. ഇവിടെ നിന്ന് താഴെ കാണുന്ന ഭാഗത്ത് ക്ലീൻ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഫീച്ചറും വിഡ്ജറ്റിനകത്ത് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം സുഖകരമാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.